ജവഹർനഗറിലെ ഭൂമി തട്ടിപ്പ് കേസിലെ പ്രതി അനിൽ തമ്പി അറസ്റ്റിലായി. ചെന്നൈയിൽ നിന്നാണ് അറസ്റ്റിലായതെന്ന് പറയുന്നു. മ്യൂസിയം പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അമേരിക്കയിലെ ഡോക്ടർ അസറിയ ക്രിപ്സൺ എന്ന ഒരു സ്ത്രീയുടെ വക ആണ് ജവഹർനഗറിലെ കെട്ടിടം. കഴിഞ്ഞ 10-30 വർഷമായിട്ട് അവർ കേരളത്തിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അവർ നല്ല പ്രായമുള്ള അസുഖമുള്ള സ്ത്രീയാണ്, ഇപ്പോഴും അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ജവഹർനഗറിലെ അവരുടെ വസ്തു വ്യാജമായി കൈമാറ്റം ചെയ്തു. അത് വാങ്ങിയ ആള് അനിൽ തമ്പി എന്ന വ്യക്തിയാണ്. ഇയാൾ വലിയ പണക്കാരനാണ്, ഇയാൾ വലിയ വ്യവസായിയാണ് എന്നൊക്കെ പൊക്കിപ്പിടിച്ച് പലരും പറയുന്നുണ്ട്. ഇയാള് ആരാണെന്ന് ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. അനിൽ തമ്പി എന്ന ഒരാള് ചിലപ്പോൾ അയാളുടെ പേരിൽ തന്നെ പാസ്പോർട്ട് ഉണ്ടാവും, അയാളുടെ പേരിൽ തന്നെ ചിലപ്പം ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവും, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും, അയാളുടെ പേരിൽ തന്നെ മറ്റു ചില റെക്കോർഡുകളും ഉണ്ടാവും, വോട്ടവകാശ കാർഡും എല്ലാം കാണും. അയാൾ കുറെ നാളുകളായിട്ട് ജവഹർനഗറിലെ ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളെന്ന് പറയുന്നു. ആരാണ് ഈ അനിൽ തമ്പി? അതാണ് പോലീസ് കണ്ടെത്തേണ്ടത്. ഇയാൾക്കൊരു പാസ്പോർട്ട് ഉണ്ടെന്നോ ഇയാൾക്കൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിലും ശരി, ഇയാളുടെ അപ്പനും അമ്മയും ആര്, ഇയാൾ എവിടെ ജനിച്ചു, അതാണ് എവിടെ പഠിച്ചു, ഇയാൾ എങ്ങനെ വലിയ വ്യവസായിയായി, ഇതാണ് സിറ്റി പോലീസ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും അന്വേഷിക്കേണ്ടത്. മ്യൂസിയം പോലീസിന്റെ അന്വേഷണം അത്ര ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇയാൾ ഒരു വലിയ വ്യവസായിയാണ്, വലിയ പണക്കാരനാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന വാർത്തകൾ പല പത്രങ്ങളിൽ കണ്ടു. പുത്തൻകോട്ടയിലുള്ള ഒരു ആധാര എഴുത്തുകാരൻ, അയാളുടെ സഹായിയാണ് ഇയാള് എന്ന് പറയുന്നു. ഈ പ്രതിയായ അനിൽ തമ്പി ഇവിടുന്ന് ഒളിവിപ്പോയി. അതിനുശേഷം ഇയാൾ ഡൽഹിയിലെ ഒരു 5 സ്റ്റാർ പഞ്ചതന്ത്ര ഹോട്ടലിൽ താമസിച്ചു. അവിടെ മ്യൂസിയം പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇയാളുടെ പാസ്പോർട്ടും ഡീറ്റെയിൽസും എല്ലാം അവിടെ വെച്ചിട്ട് ഇയാൾ സ്ഥലം വിട്ടു. ആ വാർത്തയും പത്രത്തിൽ വായിച്ചു. പിന്നീട് ഇയാൾ പാസ്പോർട്ട് ഒന്നും ഇല്ലാതെ നേപ്പാളിൽ പോയി എന്നും നേപ്പാളിലായിരുന്നു 2 മാസം. അതിനുശേഷം ഇയാൾ ബോംബെയിൽ വന്ന്, ബോംബെയിൽ നിന്ന് പിന്നെ ചെന്നൈയിൽ വന്നു എന്നൊക്കെയാണ് കഥകൾ. ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ആലോചിക്കണം. ഇയാൾ ആരാണ്? ഇങ്ങനെ ഒരു വ്യവസായി കേരളത്തിലുണ്ടോ? കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തിൽ പല രീതിയിലും ഇതുപോലെ വലിയ വലിയ കെട്ടിടങ്ങളും വീടുകളും വിറ്റുപോയിട്ടുണ്ട്. അത് ധാരാളം സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. അങ്ങനെ വിറ്റുപോയതിനെല്ലാം ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആധാര എഴുത്തുകാരൻ തന്നെയാണ് അതിന്റെ പിന്നിൽ. നേമം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ അവിടെയുള്ള പുരാതനമായ നായർ തറവാടിന്റെ സ്വത്തുക്കൾ മുഴുവൻ ഇയാൾ ഉപയോഗിച്ച് അത് വിറ്റുപോയ ചരിത്രങ്ങൾ, അത് പത്രത്തിൽ വാർത്ത വന്നതൊക്കെ നമുക്കറിയാം. അവസാനത്തെ അവകാശികളെ കൊന്നു എന്നാണ് വാർത്ത വന്നത്. അന്നും ഈ മണികണ്ഠന്റെ പേരാണ് പത്രത്തിൽ വന്നത്. ഇയാൾ DCCD മെമ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം. ഈ ജവഹർനഗറിലെ 10 കോടി വിലയുള്ള വസ്തു വ്യാജ പേരിലെ അനിൽ തമ്പി എന്നയാൾ വാങ്ങിച്ച് അയാളുടെ ഭാര്യയുടെ അച്ഛന്റെ പേരിലേക്ക് മാറ്റി. അതിന്റെ ഒറിജിനൽ പ്രമാണം അനിൽ തമ്പിയുടെ കയ്യിലാണ് എന്നൊക്കെയാണ് അന്ന് വാർത്ത വന്നുകൊണ്ടിരുന്നത്. ഏതായാലും ഹൈക്കോടതി വരെ ഇയാൾ ജാമ്യത്തിൽ പോയി, ജാമ്യം തള്ളി, ജാമ്യം കിട്ടിയില്ല. ആരാണ് അനിൽ തമ്പി? അതാണ് മ്യൂസിയം പോലീസ് കണ്ടുപിടിക്കേണ്ടത്. അത് ഇത്രയും നാളായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല. ഇയാളുടെ ജന്മസ്ഥലം ഏത്, മാതാപിതാക്കളാര്, ഇയാൾ വ്യാജ രീതിയിൽ എത്ര പാസ്പോർട്ട് ഇയാളുടെ കയ്യിലുണ്ട്, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പോലീസ് കണ്ടെത്തണം. ഇങ്ങനെ ഒരു പണക്കാരനായ വ്യവസായി തിരുവനന്തപുരത്തോ കേരളത്തിലോ ഇല്ല. അതാദ്യം മനസ്സിലാക്കണം. ഇയാൾക്ക് എന്താണ് പോലീസ് പറഞ്ഞ ഇത്ര വലിയ വ്യവസായം? ഇതുപോലെയുള്ള തട്ടിപ്പ് മാത്രമല്ലേ ഇയാളുടെ കൈമുതലുള്ളൂ. ഇയാള് ചെന്നൈയില് ഇപ്പം താമസിച്ച ഹോട്ടലില്, അവിടെ ഒരു സ്വാമിമാരുടെ ഹോട്ടലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്കോൺ ആശ്രമത്തിലെ ചെന്നൈയിലെ ദ്വാരക പാലസ് ഹോട്ടലില് 2 ആഴ്ചയായിട്ട് ഇയാൾ താമസിക്കുന്നുണ്ട്. അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തെന്നും 16,000 രൂപയോളം ഇയാളുടെ കയ്യിലുണ്ടായിരുന്നെന്നും, ഇയാൾക്ക് പുത്തൻകോട്ട ഫോർട്ട് പോലീസ് അതിർത്തിയിലുള്ള പുത്തൻകോട്ടയിലുള്ള മണികണ്ഠന്റെ അവിടുത്തെ ചില ആൾക്കാർ ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോയി അവിടെ കൊണ്ടുപോയി പണം എത്തിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്.
അത്ര വലിയ പണക്കാരൻ ആരാണ് ഇയാളുടെ പിന്നിലുള്ളത്? ആരാണ് ഇവിടുന്ന് പ്ലെയിനിൽ പൈസ കൊണ്ട് എത്തിച്ചത്? അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്ത ആരാണെന്ന് കണ്ടെത്തണം. ഇതൊക്കെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. വ്യാജനായ ഒരാൾ വലിയ പണക്കാരനാണെന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി ഈ ഭൂമി തട്ടിച്ചുകൊണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് അതിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അനിൽ തമ്പി എന്നൊരാള് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് കരുതിയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കമ്മീഷണർ അത് ശ്രദ്ധിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഇയാളുടെ പൂർവ്വചരിത്രം വെളിയിലോട്ട് വരാത്തത്? ആരാണ് ഇയാള്? അത് തീർച്ചയായിട്ടും കണ്ടെത്തിയിട്ട് മാത്രമേ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. കാരണം ഇതിനകത്ത് ഈ ഭൂമി നഷ്ടപ്പെട്ട ആൾക്കാര് ആ ഡോക്ടർ അസറിയ ക്രിപ്സൺ എന്ന ഒരു സ്ത്രീയാണ്. അവരുടെ പിതാവ് ഇവിടെ LMS കോമ്പൗണ്ടിലും പരിസരത്ത് ഇവിടെ ഒരു ഡോക്ടറായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്തായിരുന്നു. അങ്ങനെ ഇവരുടെ പിതാവും അവരുടെ അമ്മയെല്ലാം അമേരിക്കയ്ക്ക് ചേക്കേറി. അവിടെ ഒരു പ്രൊഫസറായിരുന്നു. അവരുടെ മകളാണ് അസറിയ എന്ന ഡോക്ടറുടെ മകളാണ് ഇതിന്റെ ഉടമസ്ഥ എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതൊന്നും വ്യക്തതയില്ല. അതിനകത്ത് എന്തോ തരികിട തിരിമറി നടന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് പോലീസ് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ. അനിൽ തമ്പി എന്ന ആളുടെ അറസ്റ്റ് അത് നല്ല കാര്യമാണ്. അയാളുടെ ഫോട്ടോ ഒക്കെ കണ്ടു. അത് ഇയാളുടെ ഒറിജിനൽ ഫോട്ടോയാണോ വ്യാജ ഫോട്ടോയാണോ എന്നൊക്കെ നമുക്കറിയണം. അത് തന്നെയല്ല, ഇയാൾ ജനിച്ചത് എവിടെയാണ്? ഇയാൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കാൻ പറ്റിയത്? ആരാണ് ഇയാളുടെ പിന്നിലുള്ളത്? ആരൊക്കെയാണ് ഇയാൾക്ക് ഫണ്ട് ചെയ്യുന്നത്? ആരൊക്കെയാണ് ഇയാളെ സ്പോൺസർ ചെയ്യുന്നത്? ഇയാൾ ഇന്ത്യ വിട്ട് എങ്ങും പോയിട്ടുണ്ടാവില്ല. ഇയാളുടെ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ ആ പാസ്പോർട്ടിലെ അഡ്രസ്സ് വെരിഫൈ ചെയ്യണം. അങ്ങനെ ഒരാളില്ലെങ്കിൽ അത് വെരിഫിക്കേഷൻ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് അത് തീർച്ചയായിട്ടും ബുക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇയാളുടെ പാസ്പോർട്ടും ഒറിജിനലും എല്ലാ കാര്യങ്ങളും ഒറിജിനലായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇയാൾ ജനിച്ചത് എവിടെ? ഇയാളുടെ മാതാപിതാക്കൾ ആര്? ഇയാൾ ഇത്രയും വർഷം ഉണ്ടായിരുന്നു ബിസിനസ്? ഇയാൾക്ക് എന്തായിരുന്നു ജോലി? ആരുമായിട്ടാണ് ഇയാൾ സഹവസിക്കുന്നത്? ജവഹർലാലിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് ഓടിച്ച് താമസിച്ചുള്ള സ്റ്റാറ്റസ് കൂടില്ല. അതിനുള്ള ഫണ്ട് ഇവിടുന്ന് വന്നു. എന്തുകൊണ്ടാണ് ഇയാൾക്ക് കൊണ്ട് ഫ്ലൈറ്റിലെ 3-4 ആൾക്കാർ അവിടെ പോയി ഇയാൾക്ക് ഫണ്ട് കൊടുക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്മീഷണർ നേരിട്ട് അന്വേഷിക്കുന്നതാണ് ബുദ്ധി എന്ന് ഞാൻ കരുതുന്നു.